നമസ്കാരം. തിരുവനന്തപുരത്ത് ഗുണ്ടാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പോത്തൻകോടിനെ വിറപ്പിച്ചിരുന്ന കൊടും ക്രിമിനൽ. കൊലപാതകം ഉൾപ്പെടെ വെട്ടുകത്തി ജോയിയുടെ പേരിൽ 12 കേസുകളുണ്ട്. മണ്ണ് മാഫിയയുടെ പ്രധാന നേതാവ്. 2023 ജനുവരിയിൽ വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് ജോയിയെ സാഹസികമായിട്ടായിരുന്നു പിടികൂടിയത്. ജനുവരി 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അനധികൃത മണ്ണുകടത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആ ആക്രമണത്തിന് പിന്നിൽ. രാത്രി 11-ന് കുറ്റ്യാണി ശിശിരം വീട്ടിൽ മോഹനനെ വീട്ടിൽ കയറി മർദ്ദിക്കുകയും കുറ്റ്യാണി മുംതാസ് മൻസിലിൽ എ ഷജീറിനെ പോത്തൻകോട് വിളിച്ചു വരുത്തി വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ ഇടുക്കി കട്ടപ്പനയിലെ എസ്റ്റേറ്റിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. പിന്നീട് കാപ്പയടക്കം ചുമത്തി ജയിലിലിട്ടു. പുറത്തിറങ്ങിയപ്പോൾ എതിർ സംഘം പ്രതികാരം തീർത്തു. അന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി ആയിരുന്ന സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിലാണ് വെട്ടുകത്തി ജോയിയെ പിടിച്ചത്. വാഴോട്ട് പൊയ്ക വീട്ടിൽ കെ പ്രസാദ്, JS ഭവനിൽ ജെ സുജി ജോൺ, വേറ്റ്നാട് വിശ്വാസ് ഭവനിൽ ബി ഉദയസൂര്യൻ എന്നിവരെയും വെട്ടുകത്തി ജോയിക്കൊപ്പം പിടികൂടിയിരുന്നു. പഴയ കേസിന്റെ പകയുള്ളവരാണോ ജോയിയെ കൊന്നതെന്ന സംശയം പോലീസിനുണ്ട്. പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. CCTV മറ്റും പരിശോധിച്ച് ജോയിയെ കൊല്ലാനെത്തിയവർ സഞ്ചരിച്ച വാഹനവും പോലീസ് ഉറപ്പിച്ചു. വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റ്യാണി സ്വദേശി വെട്ടുകത്തി ജോയി പുലർച്ചെയാണ് മരിച്ചത്. കാറിലെത്തിയ 3-അംഗ സംഘമാണ് ജോയിയെ വെട്ടിയത്. രാത്രി 9 മണിയോടെ പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു സംഭവം. ഇരുകാലുകളിലും ഗുരുതരമായി വെട്ടേറ്റ ജോയി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അമിതമായി രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു. വെട്ടേറ്റ് ജോയി ഏറെ നേരം റോഡിൽ കിടന്നിരുന്നു. നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തും വരെ ആരും ജോയിയുടെ അടുത്ത് പോലും പോയില്ല. വെട്ടേറ്റ് മണിക്കൂറുകളോളം റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ജോയിയെ പോലീസ് ജീപ്പിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും സൂചനകളുണ്ട്. കാപ്പ കേസിൽ ജയിലിലായിരുന്ന ജോയി ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത്. പൗടിക്കോണം വിഷ്ണു നഗറിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ജോയി. കൂലിക്കോടിക്കുന്ന ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാറിലെത്തിയ സംഘം ഓട്ടോറിക്ഷ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഓട്ടോയും തകർന്നു. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. മുൻവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുകാലുകളും വെട്ടേറ്റും തൂങ്ങിയ നിലയിലാണ് ജോയിയെ ശ്രീകാര്യം പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാപ്പ കേസിൽ ജയിലിലായിരുന്ന ജോയി ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത്. ചെറിയ പ്രകോപനമോ ദേഷ്യമോ വന്നാൽ പോലും എതിരെ നിൽക്കുന്ന ആളിന് നേരെ വെട്ടുകത്തി വീശുന്നതിനാലാണ് വെട്ടുകത്തി ജോയി എന്ന പേര് ഇയാൾക്ക് വീണത്. അടുത്തിടെ അയിരൂർ പാറയിൽ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളെ കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നായിരുന്നു സ്ഥലത്തെത്തിയ ശ്രീകാര്യം പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്.